ഒരു ദിവസം രാത്രി നിങ്ങൾ കിടന്നുറങ്ങുന്നു. പിറ്റേ ദിവസം രാവിലെ സാധാരണ ഉണർന്നെഴുന്നേൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു 6 മണിക്കോ 6:30ക്കോ അല്ലെങ്കിൽ 7 മണിക്ക് പോലുമോ ഉണർന്നെഴുന്നേറ്റ് നിങ്ങൾ നോക്കുമ്പോൾ സൂര്യൻ ഉദിച്ചിട്ടില്ല. നല്ല ഇരുട്ടാണ്. 8 മണിയായി, 9ആയി, 10ആയി, സൂര്യൻ ഉദിക്കുന്നില്ല. അന്ന് സൂര്യൻ ഉദിച്ചിട്ടേയില്ല, ഇരുട്ട് മാത്രം. പിറ്റേന്നും അങ്ങനെ. തുടർന്നൊരു 10-40 ദിവസം ഇരുട്ട് മാത്രം, സൂര്യനെ കാണുന്നേയില്ല. ഇങ്ങനെയൊരു സാഹചര്യം നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? സങ്കല്പിക്കേണ്ട, ഇത് യാഥാർത്ഥ്യമാണ്. നമ്മളിപ്പോൾ ചെന്നെത്തി നിൽക്കുന്ന മുർമാൻസ്കിൽ അങ്ങനെയാണ്. നവംബർ 30-ാം തീയതി സൂര്യൻ അങ്ങ് അസ്തമിച്ചാൽ പിന്നെ ആ സൂര്യനെ കാണണമെങ്കിൽ ജനുവരി മാസം 11-ാം തീയതി കഴിയണം. ഇതാണ് ഉത്തര ധ്രുവത്തിലെ അല്ലെങ്കിൽ ആർട്ടിക് സർക്കിളിലെ പ്രദേശങ്ങളുടെ ഒരു പ്രത്യേകത. ഏതാണ്ട് മെയ് മാസത്തിലെത്തിയാൽ പിന്നീട് 1-2 മാസം സൂര്യൻ അസ്തമിക്കില്ല. അവൻ അവിടെയൊക്കെ തന്നെ ഉണ്ടാവും, ആകാശത്തുണ്ടാവും. ചില സമയത്ത് കുറച്ചൊന്ന് താഴ്ന്ന് ചക്രവാളത്തോടൊന്ന് മുട്ടിയില്ല എന്ന വരെ എത്തിയിട്ട് പിന്നെ അവൻ പൊങ്ങും. ഇങ്ങനെ ഒരു കാഴ്ച, അത് ധ്രുവപ്രദേശത്ത് കാണുന്ന ഒരു പ്രത്യേകതയാണ്. റഷ്യയുടെ ആർട്ടിക് സർക്കിളിലുള്ള ഏറ്റവും പ്രധാന പട്ടണം, ഏറ്റവും വലിയ പട്ടണവും ഈ മുർമാൻസ്കാണ്. ഈ മുർമാൻസ്കിലാണ് നമ്മൾ ചെന്നിറങ്ങിയിരിക്കുന്നത്. ഞങ്ങൾ ചെല്ലുന്നത് നവംബർ മാസത്തിലാണ്. ആ നവംബർ മാസത്തിലെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 10 മണിയാകും സൂര്യൻ ഉദിക്കാൻ, ഒരു വെളിച്ചമൊക്കെ ആകാൻ. അത് കഴിഞ്ഞ് ഒരു 3 മണിയാകുമ്പോൾ ഇരുട്ടുമാകും. അപ്പോൾ ഈ 10 മണിക്കും 3 മണിക്കും ഇടയ്ക്കുള്ള സമയം കൊണ്ട് വേണം നമ്മൾ പല കാഴ്ചകളിലേക്കും പോകാൻ. ഇന്ന് രാവിലെ, 2-ാമത്തെ ദിവസം രാവിലെ 10 മണിക്ക് എല്ലാവരും റെഡിയായി ലോബിയിലേക്ക് വരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ 40 പേരാണ്. ടൂർ മാനേജറുണ്ട്, ഞാനുണ്ട്, മറ്റ് ഏതാണ്ട് 40ഓളം ആളുകളുണ്ട്. പല പ്രായത്തിലുള്ള ആളുകളുണ്ട്, യുവാക്കളുണ്ട്, മധ്യവയസ്കരുണ്ട്, പ്രായം അല്പം കൂടെ കടന്ന ആളുകളുണ്ട്. അപ്പം എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് 10 മണിക്ക് തന്നെ റെഡിയായി ഹോട്ടലിൻ്റെ ലോബിയിലെത്തുന്നു. ബസ് റെഡിയായി നിൽക്കുന്നു. മില സ്ഥലത്തുണ്ട്. മിലയാണ് ലോക്കൽ ഗൈഡ്. ഞങ്ങൾ രാവിലെ യാത്ര പുറപ്പെടുകയാണ്. ഇന്ന് പോകുന്നത് 2-3 പ്രധാന കാഴ്ചകളിലേക്കാണ്. ഈ മുർമാൻസ്കിൽ മാത്രം നമുക്ക് കാണാൻ കഴിയുന്ന കുറച്ച് കാഴ്ചകൾ. അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഈ മുർമാൻസ്ക് നഗരം പിന്നിട്ടാണ് പോകുന്നത്. ഈ മുർമാൻസ്ക് പട്ടണം അങ്ങ് പിന്നിട്ടാൽ പിന്നെ നമ്മൾ കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന വനത്തിലൂടെയാണ്. അതിൻ്റെ കാരണമുണ്ട്, ഇവിടെ ജനവാസം തീരെയില്ല. ഈ നഗരത്തിലുള്ള ജനം മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ആ നഗരത്തെ പിടിച്ചു നിർത്തുന്ന ഒരു പ്രധാന ബിസിനസ് എന്ന് പറയുന്നത് ടൂറിസമാണ്. കുറേയേറെ ടൂറിസ്റ്റുകൾ ഈ നോർത്തേൺ ലൈറ്റ്സ് കാണാൻ വരും. അപ്പോൾ ഇന്നലെ രാത്രി ഞങ്ങളുടെ ഒരു 2 സംഘം 2 മിനി വാനുകളിലായിട്ട് നോർത്തേൺ ലൈറ്റ്സ് അല്ലെങ്കിൽ അറോറ കാണാൻ പോയ കഥ പറഞ്ഞാൽ അവിടെ നിർത്തിയത്. അത് 2 മിനി വാനുകളിലാണ് പോയത്. ഞങ്ങൾ നഗരത്തിൽ നിന്ന് കുറേ ഉള്ളിലേക്ക് പോയി. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നഗരത്തിൻ്റെ വെളിച്ചം അന്തരീക്ഷത്തിൽ ഇങ്ങനെ പടർന്നു നിൽക്കും ഏത് സമയത്തും രാത്രി. അതില്ലാത്തൊരു സ്ഥലത്തേക്ക് പോകണം. അങ്ങനെ കുറേ ദൂരം മലമുകളിലൂടെ ഓടി. ഭയങ്കരമായ തണുപ്പാണ്. 10 മണിക്ക് ശേഷം ഞങ്ങൾ പുറപ്പെട്ടത് തന്നെ. അങ്ങനെ വനത്തിലൂടെ പല സ്ഥലങ്ങളിലൂടെ ഓടി. ഈ ഡ്രൈവർമാരുടെ ഒപ്പം ഒരു ഗൈഡ്, ലോക്കൽ ഗൈഡ്, ഈ അറോറയെക്കുറിച്ച് നല്ല ധാരണയുള്ള, അത് ഏത് കാലാവസ്ഥയിൽ എപ്പോൾ എവിടെ വരുമെന്ന് കൃത്യമായ അറിവുള്ള 2 പേരുമുണ്ട്, 2 വണ്ടിയിലും. അപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് അവരുടെ മൊബൈൽ ഫോണിലെ ചില ആപ്പുകൾ വഴി ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. ഇന്ന സമയത്ത് വരാൻ സാധ്യതയുണ്ടെന്ന് പറയും. പ്രഡിക്ഷൻസ് ഉണ്ട്, കാലാവസ്ഥ നോക്കണം. പക്ഷേ ഞങ്ങളാ പോയ ദിവസം ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അന്ന് പൂർണ്ണചന്ദ്രനെ കാണുന്ന ദിവസമാണ്. അപ്പോൾ അന്തരീക്ഷം നല്ല വെളിച്ചമുണ്ട്. പൂർണ്ണചന്ദ്രനുള്ള ദിവസം അത്ര ക്ലിയറായിട്ട് കാണാൻ പറ്റില്ല. ഏതായാലും അറോറ കണ്ടു. നമ്മൾക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും നിൽക്കാൻ പറ്റാത്ത അത്ര കഠിനമായ തണുപ്പുമാണ്. എങ്കിലും ഈ അറോറ കാണുക എന്ന ലക്ഷ്യത്തോടു കൂടി ആളുകൾ പുറത്തിറങ്ങി. ചിലർ മൊബൈലിൽ അല്ലെങ്കിൽ ക്യാമറയിലൊക്കെ ദൃശ്യങ്ങൾ പകർത്തിയെടുത്തു. അതിൽ ഒരു സംഘത്തിന് വളരെ ക്ലിയറായിട്ട് കിട്ടി, മറ്റേ സംഘത്തിന് അത്ര വ്യക്തമായിട്ട് കിട്ടിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകൾക്ക് തണുപ്പ് സഹിക്കാൻ വയ്യാതായി. ഇനി കൂടുതൽ നേരം അറോറ കണ്ടില്ലെങ്കിലും വേണ്ടില്ല, തിരിച്ചു പോകാമെന്നായി. അങ്ങനെ 3 മണി വരെ ഇട്ടിരുന്ന പരിപാടി ഏതാണ്ട് 1.5 മണിക്കൂർ കൊണ്ട് അവസാനിപ്പിച്ച് എല്ലാവരും മടങ്ങി. അടുത്ത ദിവസം വീണ്ടും നമുക്ക് അതിനുവേണ്ടി ശ്രമിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ മടങ്ങുക ചെയ്തത്. ഞങ്ങൾ ഇന്ന് ആദ്യം പോകുന്നത് ഹസ്കി പാർക്ക് എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കാണ്. അങ്ങോട്ട് പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ, വിജനമായ വനപ്രദേശങ്ങളിലൂടെയാണ്. 2 വശത്തും മരങ്ങൾ ഇടതൂർന്ന് അങ്ങനെ തിക്കായിട്ട് നിൽക്കുകയല്ല. മഞ്ഞുകാലം തുടങ്ങിയതുകൊണ്ട് ഇലയൊക്കെ പൊഴിഞ്ഞിട്ടുണ്ട്. അതിനിടയ്ക്ക് കൂടെ മഞ്ഞ് വീണ് കിടക്കുന്നുണ്ട്. ശരിക്കും ഒരു സൈബീരിയൻ അല്ലെങ്കിൽ ഉത്തര റഷ്യൻ ആർട്ടിക് മേഖലയിലെ ഒരു കാലാവസ്ഥ. വലിയ ഉയരമുള്ള മരങ്ങളല്ല, അവിടെയൊക്കെ കുറ്റിച്ചെടികൾ പോലെ വളർന്നു നിൽക്കുന്ന മരങ്ങളാണ്. കൂടിപ്പോയൊരു 10 അല്ലെങ്കിൽ 15 അടി കൂടുതൽ ഉയരം പല ഭാഗത്തുമില്ല. കുറച്ചുകൂടെ തണുപ്പുള്ള സ്ഥലത്തേക്ക്, കുറച്ചുകൂടെ നോർത്തിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും തീരെ ചെറിയ ചെടികളാവും. വീണ്ടും കുറച്ചുകൂടി ചെന്ന് കഴിയുമ്പോഴത്തേക്കും മരങ്ങളേ ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് എത്തും. അങ്ങനെയാണ് ആ പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതി. ഓടുമ്പോൾ മീല മൈക്കെടുത്തിട്ട് പറഞ്ഞു,
നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ പ്രധാന പരിപാടി ഒരു സ്ലെഡ്ജിൽ സൈബീരിയൻ ഹസ്കികൾ വലിക്കുന്ന ഒരു മഞ്ഞുവണ്ടിയിൽ യാത്ര ചെയ്യലാണ് നമ്മുടെ പരിപാടി. പക്ഷേ എനിക്ക് അവിടുന്ന് കിട്ടിയൊരു വിവരം അനുസരിച്ച് ഇന്ന് വേണ്ടത്ര മഞ്ഞില്ല. ഇന്നെന്നല്ല, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് മഞ്ഞ് വീഴ്ചയില്ല. മാത്രമല്ല, ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഫലമായിട്ട് ഈ നവംബർ മാസത്തിലൊക്കെ പഴയതുപോലെ മഞ്ഞ് വീഴാതായിരിക്കുന്നു. പണ്ടൊക്കെ ഒരു ഒക്ടോബർ കഴിയുമ്പോൾ മുതൽ 1.5 അടി 2 അടി 3 അടി 4 അടിയൊക്കെ കനത്തിൽ മഞ്ഞ് ഇവിടെ വീണ് കിടക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു നിരാശയായി. ഏതായാലും നമ്മൾ ആ ഹസ്കി പാർക്കിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. മെയിൻ റോഡിൽ നിന്നുള്ളിലേക്ക് കയറി ഒരു വനത്തിന് നടുവിലുള്ള ഒരു ചെറിയ ഫെസിലിറ്റിയാണത്. അവിടെ ഒരു റെസ്റ്റോറൻറ്റ്, പിന്നെ ക്യാമ്പിംഗ് സൈറ്റുകൾ, ആളുകൾ ഈ പട്ടികളെ ആയിട്ട് സ്ലെഡ്ജിങ്ങിന് വരുന്ന ഒരു പ്രദേശം, അതിന് വേണ്ട ഫെസിലിറ്റികളെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നൊരു സ്ഥലം. കുടുംബസമേതം വേനൽക്കാലത്ത് ആളുകൾ ഈ മുർമാൻസ്കിൽ നിന്ന് കുട്ടികളൊക്കെ ആയിട്ട് വന്ന് കളിക്കാനും വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ വരുന്നൊരു സ്ഥലമാണത്. അവിടെ ഒരു 100ഓളം ഹസ്കി പട്ടികളെ പാർപ്പിച്ചിട്ടുണ്ട്. ഓരോരോ കൂടുകളിലാണ് ഇത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഹസ്കികളുള്ള ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പം ഞങ്ങൾക്ക് മനസ്സിലായി മഞ്ഞില്ല. പിന്നെ എങ്ങനെയാണ് ഇത് വലിക്കുക? നിലത്ത് ഐസിൻ്റെ ഒരു പാളിയുണ്ട്. നമ്മൾ നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കണം. പക്ഷേ ഈ നമുക്കറിയാമല്ലോ, സ്നോ എന്ന് പറഞ്ഞാൽ വെളുത്ത ആ മഞ്ഞിങ്ങനെ മൂടിക്കിടന്നെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടെയാണ് ഇത് വലിക്കുക, സ്ലെഡ്ജ് വലിക്കുക. ഇത് ഐസിൻ്റെ ഒരു പാളിയാണ്. പക്ഷേ അതിൽ തെന്നും, നമ്മൾ സൂക്ഷിച്ച് നടന്നാലേ തെന്നി വീഴും. നമ്മൾ നടക്കുമ്പോൾ ഈ ഐസിൻ്റെ പാളി പൊട്ടുന്ന നമുക്ക് കേൾക്കാം. ഒരു ഗ്ലാസിൻ്റെ മുകളിൽ കൂടെ ചവിട്ടുന്നില്ല, പട്ടപട്ടപട്ടയെന്ന് പൊട്ടുന്ന ശബ്ദം കേൾക്കാം. അങ്ങനെ ഞങ്ങൾ നടക്കുമ്പോൾ പൊട്ടിച്ചോണ്ടാണ് നടക്കുന്നത് തന്നെ. ഈ സൈബീരിയൻ ഹസ്കി എന്ന് പറയുന്നതാണ് ലോകത്ത് ഈ സ്ലെഡ്ജ് വലിക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പട്ടികൾ. അത് നമ്മൾ അലാസ്കയിൽ പണ്ട് പോയിട്ടുണ്ട്. അലാസ്കയിൽ പോയി നമ്മൾ ഇത്തരത്തിൽ ഒരു മലമുകളിൽ പോയി സ്ലെഡ്ജിൽ യാത്ര ചെയ്യുകയും അത് ചിത്രീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിത് വലിയൊരു നഷ്ടമായിട്ട് തോന്നിയില്ല. കാരണം നമ്മളിത് ഓൾറെഡി ചിത്രീകരിച്ചൊരു കാര്യമാണ്. അത് ഒരു ഹെലികോപ്റ്ററിൽ കയറി നമ്മൾ അലാസ്കയിലെ ഒരു വലിയ മലമുകളിലേക്ക് പോവുകയും അവിടെ ചെന്ന് നിരവധി പട്ടികളെ കൊളുത്തിയിട്ട ഒരു സ്ലെഡ്ജിൽ ഞങ്ങളൊരു 3 പേര്, അതിൻ്റെ ഒരു ഗൈഡ്, അതിൻ്റെ ഒരാൾ, പരിചയസമ്പന്നനായ ഒരാൾ, അവിടുത്തെ ജോലിക്കാരൻ പുറകിലുണ്ട്. ഞാൻ മുമ്പിൽ ക്യാമറയായിട്ടിരുന്നു, വേറൊരാൾ നിന്നു. കാരണം നിന്നാൽ ഇതെ പിടിച്ചോണ്ട് നിൽക്കണം. ഇരിക്കുകയാണെങ്കിൽ ഒരു കൈ കൊണ്ട് പിടിക്കാം, മറ്റേ കയ്യിൽ ക്യാമറ പിടിക്കാം. അതുകൊണ്ട് ഞാൻ അതിൽ സഞ്ചരിച്ചു. കുറേ ദൂരം നമ്മൾ ഈ മഞ്ഞിൻ്റെ മുകളിലൂടെ ഹസ്കികൾ വലിക്കുന്ന ഈ മഞ്ഞുവണ്ടിയിൽ ഈ മലമുകളിലൂടെ യാത്ര ചെയ്യുകയും തിരിച്ച് ഈ ക്യാമ്പിൽ തന്നെ വരികയൊക്കെ ചെയ്ത കാഴ്ചകൾ ഞാൻ ചിത്രീകരിക്കുകയും കാണിക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ ആ കഥകളൊക്കെ ഞാനും പറഞ്ഞു, ഇങ്ങനെയാണ് അത് പോകുന്നത്. അപ്പോൾ ആളുകൾക്ക് പക്ഷേ വലിയ നിരാശ കൂടുക ചെയ്തത്. അയ്യോ, ഇത്ര എക്സൈറ്റിംഗ് ആയ ഒരു കാര്യം നമുക്ക് മിസ്സായല്ലോ. ഇത്തരം ടൂറുകളിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും. കാരണം ഈ കാലാവസ്ഥ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വരെ മഞ്ഞുണ്ടായിരുന്നു താനും. ഈ കഴിഞ്ഞ 1.5 ആഴ്ച കൊണ്ടാണ് ഈ മഞ്ഞ് ഉരുകിപ്പോയത്, ഇത്തിരി ചൂട് കൂടുതലായതുകൊണ്ട്. അതിന് പകരമായിട്ട് നമ്മൾ ഇനി ഹസ്കികളെ കാണാൻ പോകും. ഹസ്കികളുടെ അടുത്തേക്ക് ചെല്ലാം, ഹസ്കികളെ തലോടാം. ഹസ്കികൾ ഭയങ്കര സ്നേഹമുള്ള പട്ടികളാണ്. മനുഷ്യൻ്റെ സാമീപ്യം വളരെ ഇഷ്ടപ്പെടുന്നവരാണ്, നല്ല ആരോഗ്യമുള്ളവരാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സൈബീരിയൻ ഹസ്കികളുടെ പടങ്ങൾ. ഒരു ചെന്നായുടെ രൂപമൊക്കെയാണ്, പക്ഷേ നല്ല ക്ലീൻ മിടുക്കന്മാരും മിടുക്കുകളുമാണ്. നല്ല ചാരക്കണ്ണുകൾ, ചിലതിന് നല്ല നീലക്കണ്ണ്, ചിലതിന് കറുത്ത കണ്ണുകൾ. ചില ഹസ്കികളുടെ ഒരു കണ്ണിനും മറ്റേ കണ്ണിനും 2 കളറായിരിക്കും. നല്ല ഒരു 60 സെൻറ്റിമീറ്റർ ഉയരം, ഒരു 30 കിലോ ഭാരം. ഇതൊക്കെയാണ് ഇവർക്കൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഈ നോർത്ത് അല്ലെങ്കിൽ ഉത്തര ധ്രുവ പ്രദേശത്തുള്ള ഗോത്രവർഗ്ഗക്കാരുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ചങ്ങാത്തം. ഈ ഗോത്രവർഗ്ഗക്കാർ നൂറ്റാണ്ടുകൾ മുമ്പ് മുതൽ തന്നെ ഈ പട്ടിയെ വളർത്തും. കാരണം ഈ മഞ്ഞ് പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട ഗ്രാമങ്ങളിലുള്ളവർക്ക് അടുത്ത ഗ്രാമത്തിലേക്കോ മറ്റോ യാത്ര ചെയ്യണമെങ്കിൽ വേറെ വാഹനമൊന്നും ഇല്ലാത്തൊരു കാലത്ത് ഈ പട്ടികൾ വലിക്കുന്ന സ്ലെഡ്ജിൽ മാത്രമായിരുന്നു യാത്ര. അപ്പോൾ അതിനുവേണ്ടി ഇവർ ട്രെയിൻഡാണ്. ഈ പട്ടികളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് അധിക ഭക്ഷണം വേണ്ട. വളരെ കുറച്ച് ഭക്ഷണം കഴിച്ച്, അല്ലെങ്കിൽ കുറച്ച് ഭക്ഷണം മാത്രം കഴിച്ച് കുറേ ദിവസങ്ങൾ വേണമെങ്കിൽ ഇവർക്ക് ഭക്ഷണം ഇല്ലാതെ ജീവിക്കാൻ പറ്റും. ഭക്ഷണം വളരെ കുറച്ച് കഴിച്ചാൽ നല്ല ആരോഗ്യമാണ്. ഒരു 6 or 7 പട്ടികളുണ്ടെങ്കിൽ ഒരു 2 or 3 or 4 ആളുകളും അത്യാവശ്യം ചരക്കും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ലെഡ്ജിനെ വലിച്ചുകൊണ്ട് 100 കണക്കിന് കിലോമീറ്റർ അകലെ വരെ കൊണ്ടുപോകാൻ പറ്റും. ചിലപ്പോൾ ഇവർ യാത്ര പുറപ്പെട്ട് കഴിഞ്ഞാൽ യാത്ര അവസാനിക്കുന്നിടത്ത് ചെല്ലുമ്പോഴേ പലപ്പോഴും ഭക്ഷണം കിട്ടുകയുള്ളൂ. അതുപോലും ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം പല സിനിമകളും ഈ സ്ലെഡ്ജ് വലിക്കുന്ന പട്ടികളെക്കുറിച്ചുണ്ടായിട്ടുണ്ട്. പല മത്സരങ്ങളുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് അലാസ്കയിലും ഈ സൈബീരിയൻ പ്രദേശങ്ങളിലും ഉത്തര ധ്രുവത്തോട് ചേർന്ന പ്രദേശങ്ങളിലും ഒക്കെ ഹസ്കികൾ വലിക്കുന്ന ഇത്തരം സ്ലെഡ്ജുകളും അതുകൊണ്ടുള്ള ഉത്സവങ്ങളും അതുകൊണ്ടുള്ള ആഘോഷങ്ങളും അതുകൊണ്ടുള്ള മത്സരങ്ങളും ഒക്കെ ഒരു കാലത്ത് വലിയ പ്രചാരമുള്ളതായിരുന്നു. അതിനെക്കുറിച്ച് ധാരാളം സിനിമകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കഥകളൊക്കെ ഞങ്ങളവിടെ ഒന്ന് പറഞ്ഞു ഓർത്തു. ഈ ഹസ്കികളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഇനി എന്ത് ചെയ്യരുതെന്നൊക്കെ മീല പറഞ്ഞു തന്നു. ഇവരെ തലോടാം, ഇവരെ കെട്ടിപ്പിടിക്കാം, പക്ഷേ ഇവരെ വേദനിപ്പിക്കുന്ന രീതിയിലൊന്നും പെരുമാറരുത്. അതുപോലെ അവർക്ക് ഒരു കാരണവശാലും ഒരു ഭക്ഷണവും കൊടുക്കരുത്. നിങ്ങൾക്ക് സ്നേഹമൊക്കെ തോന്നും, ചിലർ ചോക്ലേറ്റൊക്കെ കൊടുക്കും, അത് കൊടുക്കരുത്. ഇവർക്ക് മിനിമം ഭക്ഷണമേ കൊടുക്കുകയുള്ളൂ. അത് കൊടുക്കേണ്ട സമയം ഇവർക്കറിയാം. രാവിലത്തെ ഫീഡിങ് കഴിഞ്ഞു. പക്ഷേ നിങ്ങൾക്ക്
ഇപ്പം നമ്മളിവിടെ വന്നപ്പോൾ ഈ സ്ലെഡ്ജിലുള്ള യാത്ര, സ്ലെഡ്ജ് അല്ലെ സ്ലെഡ് എന്ന് പറയും, രണ്ടും ഒന്ന് ശരി തന്നെയാണ്. ആ യാത്ര നടക്കാത്തത് കൊണ്ട് നമ്മൾ അഡീഷണലായിട്ട് പട്ടികയ്ക്കൊരു ഫീഡിങ് കൂടിയുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കുറേശ്ശെ മാംസം തരും, അത് നിങ്ങൾക്ക് ഈ പട്ടികയ്ക്ക് കൊടുക്കാം. അപ്പോൾ ആ മാംസം എന്താണെന്നറിയോ? റെയിൻഡിയറിൻ്റെ മാംസമാണ്, എല്ലില്ലാത്ത കൊത്തിയെരിഞ്ഞ മാംസം. അത് ഓരോ ഉണ്ടകളാക്കി തരും. അങ്ങനെ ആദ്യം ഞങ്ങൾ ഈ പട്ടികളുടെ അടുത്തൂടെ പോയി ഒന്ന് ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടാക്കി. എല്ലാത്തിനും ഓരോ ഈ ഇഗ്ലൂ എന്ന് പറയുന്ന പോലത്തെ കൂടുകളുണ്ട്, ഒരു പ്രത്യേക ശൈലി പണിത കൂടുകൾ. ഇതിനകത്തായ എല്ലാവരും ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും ചിലരൊക്കെ ഇറങ്ങി വരും, നമ്മുടെ അടുത്തേക്ക് വരും, നമ്മൾ തലയിലൊക്കെ തലോടും. അവൻ നമ്മുടെ ശരീരത്തോട് ചേർത്ത് നിൽക്കും. അവൻ ആ തലോടൽ ഇഷ്ടപ്പെടുന്നുണ്ട്. അവനും അവളും ഒക്കെയുണ്ട്. അവരുടെയൊക്കെ പേരവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും പട്ടിയെ പേടിയുള്ളവരും വീട്ടിലിതുവരെ പട്ടി വളർത്താത്തവരും ഒക്കെ ഈ പട്ടികളുമായിട്ട് വലിയ സ്നേഹമായി, ചങ്ങാത്തമായി. അവരെ ഓമനിക്കാൻ തുടങ്ങി. പട്ടികൾ തിരിച്ച് സ്നേഹിക്കാൻ തുടങ്ങി. കുറഞ്ഞ സമയം കൊണ്ട് വളരെ ഫ്രണ്ട്ലിയായി. ചില പട്ടികൾ കൂട്ടിൽ നിന്ന് ഇറങ്ങി വരികയില്ല, മടിയന്മാരാണ്, മടിച്ചുകളുമുണ്ട്. അവർ കൂട്ടിനകത്ത് കിടന്ന് ഒന്ന് നോക്കിയിട്ട് തിരിഞ്ഞ് കിടക്കും. എന്നാൽ ബഹുഭൂരിപക്ഷം പേരും ഇറങ്ങി വരും. നമുക്ക് അവരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാം. അവർ നമ്മുടെ കൂടെ ഏറ്റ് നിൽക്കും, നമ്മുടെ കൂടെ ഏറ്റ് നമ്മുടെ ശരീരത്തിലേക്ക് ചേർന്ന് നിൽക്കും. അങ്ങനെ ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മാംസമായിട്ട് വരുന്നു. മാംസത്തിൻ്റെ ഉണ്ടകൾ എല്ലാവർക്കും തന്നു. അപ്പോൾ ഇത് നമ്മൾ കയ്യിൽ വെച്ച് കൊടുക്കരുത്. അവന് ഇറച്ചിയാണ്, പട്ടിയാണ്, അവന് കൊതിമൂത്ത് നിൽക്കുകയാണ്, ചാടി കയ്യെ ഉൾപ്പെടെ കടിക്കും. അതുകൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാനേ പാടുള്ളൂ. ഇട്ട് കൊടുക്കുമ്പം ഇവൻ ചാടി പിടിച്ചെടുത്തോളും. അങ്ങനെ പട്ടികൾക്കെല്ലാം ഫീഡ് ചെയ്തു. അപ്പോൾ ഈ മാംസം കൊണ്ട് ഇങ്ങനെ വന്നപ്പോഴത്തേക്കുണ്ടല്ലോ, ഈ ശാന്തന്മാരായിരുന്ന പട്ടികളെല്ലാം കൂടെ അങ്ങോട്ട് ഊരിയിടാൻ തുടങ്ങി. ഒരു വല്ലാത്തൊരു ശബ്ദപ്രപഞ്ചമായി മാറി അവിടെ. ഈ 100 ഹസ്കികൾ ഒന്നിച്ച് ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ ഊരിയിട്ടാൽ എന്തായിരിക്കും സ്ഥിതി? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ മാംസം വരുന്നതിൻ്റെ ആഘോഷമാണ്, എല്ലാവരെയും അറിയിക്കുകയാണ്, അവരുടെ ആഹ്ലാദമാണത്. അങ്ങനെ ഈ ഊരിയിടുന്ന നായ്ക്കൾക്ക് ഭക്ഷണം കൊടുത്ത് ഞങ്ങളുടെ ഒരു ചടങ്ങ് കഴിഞ്ഞു. അപ്പോൾ മില പറഞ്ഞു, നമുക്ക് വേറൊരു കാര്യം കൂടെ ചെയ്യാം. ഇതിലൂടെ കുറച്ചുകൂടെ നടന്നാൽ വനത്തിനുള്ളിലേക്ക് നടക്കാം. അപ്പോൾ സൂക്ഷിച്ച് നടക്കണം. നിലത്ത് മുഴുവൻ ഐസാണ്, വലിയ റോഡൊന്നുമില്ല, നടപ്പാതയാണ്. അതിലൂടെ നടക്കുമ്പോൾ മഞ്ഞ് വീണിങ്ങനെ കിടക്കുകയാണ് വനത്തിനകത്ത്. മഞ്ഞെന്ന് പറഞ്ഞാൽ വെളുത്ത മഞ്ഞല്ല, ചില്ല് പോലത്തെ. അതാണ് പേടിക്കേണ്ടത്, സൂക്ഷിക്കേണ്ടത്, തെന്നിപ്പോവും. അപ്പം നമ്മൾ ബലത്തിൽ ചവിട്ടിയാൽ ഇതൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ തെന്നില്ല. അങ്ങനെ ഞങ്ങൾ ചവിട്ടി പൊട്ടിച്ച് നടക്കുകയാണ്. നടന്ന് കുറച്ച് ചെന്ന് വനത്തിനകത്തേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ വേറൊരു കൂട്ടരുണ്ട്, റെയിൻഡിയറുകൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഇനം മാൻവർഗത്തിൽപ്പെട്ടത്. ഒരു പശുവിൻ്റെ അത്രയൊക്കെ ഉണ്ട്. അവൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ കൊമ്പാണ്. ഭീകരമായ ഒരു മരം വളർന്നു നിൽക്കുന്നത് പോലെ തലയിൽ ഏതാണ്ട് 1 മീറ്റർ 1.5 മീറ്ററൊക്കെ വരെ ഉയരമുള്ള കൊമ്പുകളുണ്ട്. ചിലത് ചെറുതാണ്, ചെറിയ കൊമ്പാണ്. പക്ഷേ ആണുങ്ങൾക്കെല്ലാം വലിയ കൊമ്പുകളുണ്ട്. അപ്പോൾ റെയിൻഡിയറുകളാണ് അവിടുത്തെ കാഴ്ച. ഇവന്മാരവിടെ മേഞ്ഞ് നടക്കുകയാണ്. ശരിക്കും ഇവർ വളർത്തുന്നതാണത്. അതിന് തീറ്റയൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇച്ചിരി മുമ്പ് പട്ടിക്ക് കൊടുത്ത തീറ്റയില്ലേ, അത് റെയിൻഡിയറിൻ്റെ മാംസമാണ്. ഇവർ റെയിൻഡിയറിനെ വളർത്തുന്നത് തീറ്റയ്ക്ക് വേണ്ടിയാണ്. പിന്നെ ഇതുപോലെ ടൂറിസ്റ്റുകൾ വരുമ്പോൾ അവരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ഇത് ഉപയോഗപ്പെടുമെങ്കിലും ഈ പ്രദേശത്തെ നോർത്ത് പോളിലെ അല്ലെങ്കിൽ അതിൻ്റെ പരിസര പ്രദേശങ്ങളിലെ ഗോത്രവർഗ്ഗക്കാർ നൂറ്റാണ്ടുകളായ വളർത്തുന്ന 2 മൃഗങ്ങൾ, ഒന്ന് റെയിൻഡിയറും മറ്റൊന്ന് ഈ ഹസ്കികളുമാണ്. ഇത് രണ്ടും ഇവർക്ക് ഇവിടെ ജീവിക്കാൻ ആവശ്യമാണ്. റെയിൻഡിയറിനെ വളർത്തുന്നത് മാംസത്തിന് വേണ്ടിയാണ്. മഞ്ഞുകാലത്തും തണുപ്പ് കാലത്തും ഒക്കെയുള്ള മാംസം ഇവരുടെ പ്രധാന ഭക്ഷണം മാംസമാണ്. അല്ലാതെ കൃഷി ചെയ്യാൻ പറ്റുന്ന സ്ഥലമല്ല. ബഹുഭൂരിപക്ഷ സമയം മഞ്ഞിനടിയിലാണ് ഈ പ്രദേശമൊക്കെ. അപ്പോൾ ഈ മാംസം ഇതിനുവേണ്ടി ഇവരെ വളർത്തും, വേട്ടയാടും. ഈ റെയിൻഡിയറിനെ വേട്ടയാടുന്ന ഇപ്പോഴും ഇവിടെ അനുവദനീയമാണ് ഈ റഷ്യയിൽ, പ്രത്യേകിച്ച് ചില സീസണുകളിൽ. ഈ നാടുകളിലൊക്കെ വന്യമൃഗങ്ങളെ എപ്പോഴും ബാലൻസ്ഡായിട്ട് നിർത്താൻ നോക്കും. അത് ലോകത്തിലെ എല്ലാ വികസിത നാടുകളിലും അങ്ങനെയാണ്. അത് ഓസ്ട്രേലിയയിൽ അങ്ങനെയാണ്, USA അങ്ങനെയാണ്. നമ്മുടെ നാട്ടിൽ മാത്രം വന നിയമങ്ങൾ ഒരു പ്രാകൃതമായ രീതിയിലാണ്. ചിലത് വലിയ തോതിൽ പെറ്റുപെരുകയും നാട്ടിൽ ശല്യമുണ്ടാക്കിയാലും തുടരുതെന്നുള്ള പറയുന്ന ഏതോ ഒരു ബ്യൂറോക്രസിയുടെ ഒരു പഴഞ്ചൻ നിയമം ഇപ്പോഴും മാസിൽ പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ശരിക്കും വംശവർധന ഉണ്ടായി നാടിനും വനത്തിനും ശല്യമായി കഴിയുമ്പോൾ ഇവയെ കൊല്ലാനുള്ള അനുമതി കൊടുക്കണം. അത് സ്വാഭാവികമായിട്ട് നടക്കേണ്ടതാണ് പ്രകൃതിയിൽ. പക്ഷേ അത് നടക്കാതെ വരുമ്പം പെറ്റുപെരുകുമ്പോഴാണ് നാട്ടിലേക്ക് ഇറങ്ങുന്നത്, നാട്ടുകാർക്ക് ശല്യമാകുന്നത്. അപ്പോൾ അതിനെ വേട്ടയാടാൻ, കാട്ടുപന്നിയെങ്കിലും വേട്ടയാടാനും അതിനെക്കൊണ്ട് മാംസം കുഴിച്ചിടേണ്ട കാര്യമില്ല. ഇതൊരു ഭക്ഷ്യവസ്തുവാണ്. മനുഷ്യന് ആവശ്യമുള്ളൊരു സാധനമാണ് പ്രോട്ടീൻ. അതിനെ മാംസത്തെ പ്രോസസ്സ് ചെയ്ത് വിൽക്കാനോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റുകളിലും വീടുകളിലൊക്കെ അത് പാചകം ചെയ്ത് വിളമ്പാനും ഒക്കെയുള്ള അനുമതി കൊടുക്കാവുന്നതാണ്. അപ്പം ഇത്തരം രാജ്യങ്ങളെല്ലാം മൃഗങ്ങൾ വംശവർധന ഉണ്ടായി ഒരു ലിമിറ്റിൽ കൂടിക്കഴിഞ്ഞാൽ വേട്ടയാടാൻ അനുവാദം കൊടുക്കും, ആളുകൾക്ക് വേട്ടയാടാം, അതിന് ലൈസൻസ് കൊടുക്കും. ഏതായാലും ഇതെല്ലാം കഴിഞ്ഞു. അപ്പോഴത്തേക്കും ഞങ്ങൾ കുറേ നേരം നടന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് ഈ മഞ്ഞിലൂടെ തന്നെ തിരിച്ച് വന്നു. അപ്പോൾ ഈ പ്രധാന വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന ആ ഭാഗത്തേക്ക് എത്തുമ്പോൾ അവിടെ കുറച്ച് കെട്ടിടങ്ങളൊക്കെ ഉണ്ട്.
ഞാൻ പറഞ്ഞല്ലോ സമ്മറിൽ പല പല ആക്ടിവിറ്റികൾ ക്യാമ്പുകൾ ഒക്കെ നടക്കുന്നതാണ്. ആളുകൾ ഇവിടെ വന്ന് ടെൻ്റ് അടിച്ച് ക്യാമ്പ് ചെയ്ത് ഈ പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ്. ഒരു ഭാഗത്ത് വലിയൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. റെസ്റ്റോറൻറ്റോ ഇവരുടെ ഒരു ക്യാൻറ്റീൻ എന്നൊക്കെ പറയാം. മരം കൊണ്ട് പണിത കെട്ടിടമാണ്, രസകരമാണ്. ഈ സൈബീരിയൻ ശൈലി പണിത കെട്ടിടം. ഇതിനകത്ത് ആണ് ഞങ്ങൾക്ക് ലഞ്ച് ഒരുക്കിയിരിക്കുന്നത്. കയറി ചെല്ലുമ്പോൾ ആദ്യം തന്നെ വലതുവശത്തുള്ളതെന്ന് പറഞ്ഞ ഒരു ബാറാണ്. ഇത്തരം റെസ്റ്റോറൻറ്റുകളിലെല്ലാം ഒരു ബാറ് നിർബന്ധമാണ്. അത് ഈ പറഞ്ഞ രാജ്യങ്ങളിലെല്ലാം ഉണ്ട്. റെസ്റ്റോറൻറ്റും ബാറും കൂടെ ചേർത്താൽ, പ്രത്യേകിച്ച് റഷ്യയിൽ. അവിടെ നമ്മുടെ കൂടെയുള്ളവർ പതിവിൽ കവിഞ്ഞ് ചിരിക്കുന്നു, വർത്തമാനം പറയുന്ന ചില ആളുകൾ ഒന്നോ രണ്ടോ മേശകളിലൊക്കെ. അപ്പോൾ എനിക്ക് മനസ്സിലായി ആ ബാർ ഗുണം ചെയ്തു, തണുപ്പ് ഏറ്റിരിക്കുന്നു. വോഡ്കയൊക്കെ അടിച്ചിട്ട് കുറച്ച് പേരങ്ങനെ ഇരിക്കുകയാണ്. അവിടെ 2 സ്ത്രീകളേ ഉള്ളൂ ഈ റെസ്റ്റോറൻറ്റിൽ. ഞങ്ങൾ 40 പേർക്ക് 4 കോഴ്സ് ഭക്ഷണം വിളമ്പേണ്ടത് ഈ 2 പേരാണ്. കിച്ചണകത്ത് വേറെ സ്റ്റാഫ് ഉണ്ടാവാം. ഞങ്ങൾക്കൊരു അത്ഭുതമായിരുന്നു, ഇത് സമയത്ത് ഇത് വിളമ്പിത്തീരുമോ. ആദ്യം സാലഡ്സ് വരുന്നു. അത് റെയിൻഡിയറിൻ്റെ മാംസവും കൂടെ ചേർത്ത സാലഡാണ്. അത് കഴിക്കുന്നു. അത് കഴിയുമ്പോഴത്തേക്കും ചൂട് സൂപ്പ് വരുന്നു. അത് കഴിക്കുന്നു. മൂന്നാമതായിട്ട് റെയിൻഡിയറിൻ്റെ മാംസം തന്നെയാണ് വരുന്നത്. റെയിൻഡിയർ മാംസം, അതാണ് അതിൻ്റെ മെയിൻ കോഴ്സ്. നമ്മളിച്ചിരി നേരം കണ്ട ജീവികളുടെ മാംസം, അത് ഇവിടുത്തെ പ്രധാന ഭക്ഷണമാണ്. അപ്പോൾ നമ്മളുടെ ഈ സഞ്ചാരം ടൂറുകളിൽ നമ്മൾ ഓരോ നാട്ടിലും ചെല്ലുമ്പോൾ ആ നാട്ടിലെ വിഭവങ്ങൾ, പ്രത്യേകിച്ച് മാംസം, പരമാവധി ആ നാട്ടിലെ നമുക്ക് കേരളത്തിലോ ഇന്ത്യയിലോ കഴിക്കാൻ കിട്ടാത്ത മാംസമൊക്കെ നമ്മൾ വിളമ്പും, ആവശ്യം പോലെ കഴിക്കാതെ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ആ നാട്ടിലെ പ്രമുഖ ഭക്ഷണം അതായിരിക്കും. ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനിലും കസാഖിസ്ഥാനിലും ഒക്കെ ചെല്ലുമ്പോൾ കുതിരയിറച്ചിയാണ് ഇവിടെ നമ്മൾ ബീഫ് എന്നൊക്കെ പറയുന്ന പോലെ അവിടെ കഴിക്കുന്നത്. കുതിര വളർത്തുന്ന ഫാമുകൾ ധാരാളമുണ്ട്, കുതിരകൾ ധാരാളമുണ്ട്. അങ്ങനെ കസാഖിസ്ഥാനിൽ നിന്ന് കുതിരയിറച്ചി കഴിച്ച ടീമാണ് ഇവർ. അപ്പോൾ ഞാൻ ആ കൂടെ ഉണ്ടായിരുന്നില്ല, പക്ഷേ അവരതിൽ ആഘോഷപൂർവ്വം കുതിരയിറച്ചി പലതവണ കഴിച്ചു. ഇവിടെ വന്നപ്പോൾ റെയിൻഡിയറിൻ്റെ മാംസമാണ്, അതും രുചികരമായ ഭക്ഷണമായിരുന്നു, അതും കഴിച്ചു. പിന്നീട് കുറച്ച് ഡെസേർട്ട്സ്, ചായ അല്ലെങ്കിൽ കാപ്പി, അതോടുകൂടി 4 കോഴ്സ്. ഇനി ഞങ്ങൾ ഇവിടുന്ന് കുറേ ദൂരം കൂടെ ഈ വനത്തിലൂടെ ഓടി ഒരു ഗോത്ര ഗ്രാമത്തിലേക്കാണ് പോകുന്നത്. ഈ പ്രദേശത്ത് സാമി ഗോത്രക്കാരെന്ന് പറയുന്നൊരു വിഭാഗം ആളുകളുണ്ട്. സാമി ഗോത്രം. ഈ സാമി ഗോത്രത്തിൻ്റെ ഒരു വില്ലേജ് ഇവിടെയുണ്ട്. അവിടേക്കാണ് പോകുന്നത്. ഈ വില്ലേജുകളിലൊക്കെ ഇപ്പം മനുഷ്യർ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന ടൂറിസ്റ്റുകളുടെ മുമ്പിൽ അവരുടെ ജീവിതം എങ്ങനെയാണെന്നൊക്കെ കാണിച്ചിട്ടാണ്. അല്ലാതെ പരമ്പരാഗത രീതിയിൽ വേട്ടയാടിയൊന്നും ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റില്ല. പക്ഷേ അവരവരുടെ ആചാരങ്ങളും അവരുടെ ജീവിതശൈലിയൊക്കെ പഴയ പട്ടി തന്നെ നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട്. അവർ മിക്സപ്പ് ചെയ്ത് മറ്റു ഗോത്രങ്ങളുമായിട്ട് ലയിച്ച് പോകാതിരിക്കാനും വംശനാശം സംഭവിക്കാതിരിക്കാനും ആ ഗോത്രങ്ങൾ കൂട്ടായ്മകളുണ്ടാക്കി ചില പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഈ റഷ്യയിൽ 1500 1600 ആളുകളേ ഉള്ളൂ ഇപ്പോൾ സാമി ഗോത്രക്കാർ. അവരുള്ളതൊക്കെ ഈ മുർമാൻസ്കും പരിസര പ്രദേശങ്ങളിലും അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പടിഞ്ഞാറൻ സൈബീരിയൻ പ്രദേശങ്ങളിലൊക്കെയാണെന്നാണ് വിശ്വാസം. എന്നാൽ നോർവേയിൽ വളരെ കൂടുതൽ സാമി ഗോത്രക്കാരുണ്ട്. അതുപോലെ തന്നെ ഫിൻലാൻഡിലും സ്വീഡനിലും ഉണ്ട് കുറേ സാമികൾ. അപ്പോൾ ഈ സാമി ഗോത്രത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് രാജ്യം പ്രധാനമല്ല, ഇവരുടെ ഗോത്രമാണ് ഇവർക്ക് പ്രധാനം. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ ദൂരം ഓടി സാമി ഗോത്ര ഗ്രാമത്തിന് മുമ്പിൽ എത്തി. വണ്ടി അവിടെ നിർത്തി. അപ്പോൾ വഴിയരികിലാണ് വണ്ടി നിർത്തുന്നത്. അവിടെ നമ്മൾ കുറേ ദൂരം ഉള്ളിലേക്ക് നടക്കണം. ഒരു മൺപാതയാണ്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി നടന്നു. തണുപ്പ് ഈ ഹസ്കി പാർക്കിലുള്ള അത്രയും തണുപ്പുണ്ടായിരുന്നില്ല, എങ്കിലും നടക്കുമ്പം ഈ പറഞ്ഞ നിലത്തൊക്കെ ഐസ് വീണ് കിടക്കുന്നുണ്ട്. ഐസിലൂടെ ഐസ് പൊട്ടിച്ച് ഞങ്ങൾ നടന്ന് കയറി ചെല്ലുമ്പോൾ ഒരു മുറ്റം പോലത്തെ ഒരു ഭാഗത്തേക്ക് ചെല്ലുക. ഒരു വിസ്തൃതമായ സ്ഥലം. ഞങ്ങളവിടെ പോയി കാത്തു നിൽക്കുമ്പോഴത്തേക്കും ഒരു സാമി ട്രഡീഷണൽ വേഷം ധരിച്ച ഒരു സ്ത്രീ വന്നു. അവരുടെ പ്രത്യേക തൊപ്പി, പ്രത്യേകതരം വസ്ത്രമൊക്കെ ഉണ്ട്, അതൊക്കെ ആയിട്ട് ധരിച്ചിട്ട് വന്നു. എന്നിട്ട് അവർ സംഭാഷണം തുടങ്ങി. അവർ ഞങ്ങളെ ഗ്രീറ്റ് ചെയ്തു, സ്വാഗതം പറഞ്ഞു. അപ്പം മിലയാണ് ഞങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്നത്. ഇവരുടെ ജീവിതം, ഇവരുടെ ചരിത്രം, ഇവരുടെ പശ്ചാത്തലം, ഞാനീ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ അവശേഷിക്കുന്ന ഗോത്രക്കാരുടെ എണ്ണം, അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ, ഇതൊക്കെ വിശദമായിട്ട് പറഞ്ഞു തരികയാണ്. ഇവർ എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ വസിക്കുന്ന ഒരു ജനവിഭാഗമാണ്. ഇവർക്ക് ചില പ്രത്യേക ജീവിത രീതികളുണ്ട്. അതായത് ഈ സാമി ഗോത്രത്തിലെ സ്ത്രീകൾക്ക് പല പുരുഷന്മാരുണ്ടാവും, പല ഭർത്താക്കന്മാരുണ്ടാവും. എന്നാൽ ഭർത്താക്കന്മാർക്ക് പല ഭാര്യമാരുണ്ടാവില്ല. അതിൻ്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വംശം എപ്പോഴും ഈ തണുപ്പ് രാജ്യമായതുകൊണ്ട് ജനസംഖ്യ വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ വംശവർദ്ധന വളരെ കുറച്ചേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീക്ക് ഒന്നിലേറെ ഭർത്താക്കന്മാർ ആവശ്യമാണ്. കൂടാതെ ഈ ഒറ്റപ്പെട്ട ഉൾനാടുകളിൽ ഈ പറഞ്ഞ വിജനതയിലാണ് ഇവർ ജീവിക്കുന്നത്. അപ്പോൾ വേട്ടയാടൽ, ഈ മാംസം സംസ്കരിക്കൽ, പിന്നെ ഒരു സ്ത്രീ പ്രസവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനുള്ള സഹായം ചെയ്യൽ, ഇതിനൊക്കെ ഒരു ഭാര്യയും ഒരു ഭർത്താവും മാത്രം കൊണ്ട് ഒരിക്കലും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഭാര്യയ്ക്ക്
അവർക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ജീവിക്കണമെങ്കിൽ തന്നെ ഒരു 3 പുരുഷന്മാരുടെ, പ്രത്യേകിച്ച് ആ സ്ത്രീക്ക് പലതവണ പ്രസവിക്കുകയും ഒക്കെ ചെയ്യണമെങ്കിൽ തന്നെ ഒരു 3 പുരുഷന്മാരുടെ എങ്കിലും ഒരു സപ്പോർട്ട് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ 3 വിവാഹം വരെ ഇവർ കഴിക്കും. ഇത്രയും കേട്ടപ്പോഴത്തേക്കും ഞങ്ങളുടെ കൂടെയുള്ള ഒരു രസികൻ ചോദിച്ചു, നിങ്ങൾ എത്ര കല്യാണം കഴിച്ചു? 3 ആയോ? ഇവിടെ ഒരു ചാൻസ് ഉണ്ടോ, വേക്കൻസി ഉണ്ടോ എന്നുള്ളതാണ് മൂപ്പരുടെ ഒരു ചോദ്യത്തിൻ്റെ ലക്ഷണം. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, ഇല്ല, ഞാൻ 2 കഴിച്ചിട്ടുള്ളൂ. ഇതിനകത്തെ ഭാഗ്യവാനായ ഒരാൾക്ക് ഒരവസരമുണ്ട്. വില വേണം, അങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യം ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാനും തിരിച്ചുള്ള ഉത്തരം ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇങ്ങോട്ട് തരാനും ഒക്കെ. ഞങ്ങൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പുറകിൽ ഒരു പാറയുണ്ട്, വലിയൊരു പാറ. ഈ പാറയുടെ മുകളിൽ ഈ റെയിൻഡിയറിൻ്റെ ഒരു കൊമ്പുമൊക്കെ ഇങ്ങനെ ഒരു പ്രത്യേക രീതി വെച്ചിട്ടുണ്ട്. കുറച്ച് നാണയങ്ങളുണ്ട്. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, ഇത് ഞങ്ങളുടെ ഒരു വിശുദ്ധ പാറയാണ്, ഞങ്ങൾ ഇതിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കും. ഈ പാറ, വലിയ മരങ്ങൾ, ഇങ്ങനെ പല സാധനങ്ങളും ഇവർ ആരാധിക്കാറുണ്ട്, അതിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അതിലേക്ക് ദൈവികമായൊരു ചൈതന്യം ഉണ്ടെന്ന് അവർ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇവരുടെ പ്രാർത്ഥനയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഈ ദൈവത്തോട് എന്ത് പ്രാർത്ഥിച്ചാലും ദൈവം തരില്ല. ദൈവം നിങ്ങൾക്ക് ഒരു കാര്യം പ്രാർത്ഥിക്കുന്നത് തരണമെങ്കിൽ അതിനൊരു വ്യവസ്ഥയുണ്ട്. ഈ ഗോത്രക്കാരുടെ രീതി അനുസരിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം, നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് നിങ്ങൾ കരുതുന്ന ഒരു കാര്യം നിങ്ങൾ ഏതെങ്കിലും ഒരു മനുഷ്യനോ ജീവിക്കോ നിങ്ങൾ പകരം ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടാവണം. ഇപ്പോൾ ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ഈ മഞ്ഞുകാലം കടന്നു പോകാൻ ധാരാളം ഭക്ഷണം വേണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഭക്ഷണം കൊടുത്തിട്ടുണ്ടാവണം. അങ്ങനെ ഭക്ഷണം കൊടുത്ത ഒരാൾക്ക് ദൈവം ഭക്ഷണം ഇങ്ങോട്ട് തരുള്ളൂ. ഇങ്ങനെയുള്ള ഒരു വിശ്വാസം. അപ്പോൾ ഈ പ്രകൃതിയോടുള്ള ഒരു സ്നേഹം, ചുറ്റുമുള്ള ജീവജാലങ്ങളെ സംരക്ഷിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ ആ ഗോത്ര സമൂഹത്തിനുണ്ട്. അങ്ങനെയുള്ള പല വിശേഷങ്ങളും കഥകളും ഒക്കെ പറഞ്ഞിട്ട് ഇവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഒത്തിരി അന്ധവിശ്വാസങ്ങളുമുണ്ട് ഇപ്പോഴും. ആഭിചാരങ്ങൾ, പാട്ട്, നൃത്തം, ഇങ്ങനെയൊക്കെയുള്ളത്. അതിൻ്റെ ഒരു ഭാഗം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഞങ്ങളെ ഒരു കൂടാരം പോലത്തെ, ഒരു ടെൻറ്റ് പോലത്തെ ഒരു കെട്ടിടത്തിനകത്തേക്ക് കൊണ്ടുപോയി. അവരുടെ ഒരു ട്രഡീഷണൽ ശൈലിയിൽ പണിത് വെച്ചിരിക്കുന്ന ഒരു കെട്ടിടമാണ്, മരം കൊണ്ടുള്ള ഒരു പ്രത്യേക രീതിയിൽ പണിത് കെട്ടിടം. അപ്പോൾ ഇത് പുറത്തുനിന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു സംശയം, ഇതിനകത്തൊരു 40 പേര് കയറി നിൽക്കുമോ? അത്ര ചെറുതാണ്. പക്ഷേ അതിനകത്തേക്ക് എല്ലാവരും കയറി, കുറച്ചാളുകൾ ഇരുന്നു, കുറച്ചാളുകൾ നിന്നു. വട്ടത്തിലാണ് ആ കെട്ടിടം, ആ കൂടാരം. അതിൻ്റെ നടുക്ക് തീ കൊണ്ടുള്ള വലിയൊരു ആഴിയുണ്ട്. അതിന് ചുറ്റുമാണ് നമ്മൾ നിൽക്കുന്നതോ ഇരിക്കുന്നതോ ഒക്കെ. അപ്പോൾ ഇത് തീ കത്തുന്നുണ്ട്, അതുകൊണ്ടുള്ളൊരു സുഖമുണ്ട്. പുറത്ത് ഭീകരമായ തണുപ്പാണല്ലോ, ആ തണുപ്പിൽ നിന്ന് ഈ തീ കത്തിക്കൊണ്ടിരിക്കുന്ന ഇതിനകത്തേക്ക് കയറി വന്നപ്പോൾ ഒരു സുഖം, അതായിരുന്നു ശരിക്കുള്ള സുഖം ആ ദിവസങ്ങളിലെ. ഈ സ്ത്രീ അകത്ത് വരുന്നു. അപ്പോൾ വന്നിട്ട് ഇവർ കുറേ കാര്യങ്ങൾ പറയുന്നു, എന്താണ് ഇവരുടെ പ്രാർത്ഥനയുടെ രീതി എന്നൊക്കെ പറയുന്നു. ഇതിനകത്ത് സംഗീതോപകരണങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇവർ ഒരു ഡ്രം പോലത്തെ ഒരു ചെറിയൊരു ഒരു സംഗീതോപകരണം എടുത്തു, ഒരു ചെണ്ട, അതിൽ കൊട്ടും, ഒരു പ്രത്യേക താളത്തിൽ കൊട്ടും. ഈ കൊട്ട് നടക്കുമ്പോൾ നമ്മൾ കണ്ണടച്ചിരിക്കണം. ഇങ്ങനെ ആ പ്രത്യേക താളത്തിലുള്ള ആ കൊട്ടിൽ നമ്മളിങ്ങനെ ലയിച്ച് കണ്ണുടച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പല ഇമേജുകൾ വരും, പല ദൃശ്യങ്ങൾ വരും. ആ സംഗീതവും തീ തരുന്ന ചൂടും ആ ആംബിയൻസും എല്ലാം കൂടി നമുക്ക് തരുന്ന ഒരു പ്രത്യേക ഒരു വൈബ്രേഷനാണത്. അത് കുറേ നേരം ഞങ്ങളിങ്ങനെ ആസ്വദിച്ചു. അതുകൂടാതെ തന്നെ ഈ സാമി ഗോത്രക്കാരുടെ ഒരു പ്രധാന സംഗീതോപകരണമാണ് ഈ മുഖർശംഖ്. ഈ മുഖർശംഖ് മീട്ടിയും കുറേ നേരം അവർ പ്രത്യേക രീതിയിൽ ആ പാട്ട് പാടി അവരുടെ ഒരു പ്രാർത്ഥനാ ഗീതം പാടിക്കൊണ്ടേയിരുന്നു. പിന്നെ വീണ്ടും ഡ്രം എടുത്ത് കുറേ നേരം കൊട്ടി. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തീ കത്തിക്കാൻ വേണ്ടി ഇവർ വിറക് കുറേശ്ശെ ഇടും. അപ്പോൾ നമ്മുടെ സംഘത്തിലുള്ള ആൾക്കാരുടെ ജോലിയായി ഈ വിറക് പയ്യെ ഇട്ട് കൊടുക്കുക എന്നുള്ളത്. ഏതാണ്ട് 1/4 മണിക്കൂർ നേരം ഞങ്ങൾ ഇവരുടെ ഗോത്ര ആചാരങ്ങൾ, ആഭിചാരക്രിയകൾ ഇതൊക്കെ കണ്ടും അനുഭവിച്ചും ഞാനതെല്ലാം പകർത്തിയെടുത്തുകൊണ്ടായിരിക്കുന്നത്. കണ്ണടയ്ക്കാൻ പറയുന്ന സമയത്ത് എൻ്റെ ക്യാമറയുടെ കണ്ണടഞ്ഞിരുന്നില്ല, ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പണിശാലകളൊക്കെ പോലുള്ള വീടുകളുണ്ട്, അതിനകത്തൊക്കെ കയറി. കൂടാതെ ഒരു ഭാഗത്ത് ഇവരുടെ ഒരു ഫാമുണ്ട്. അവിടെ ഈ റെയിൻഡിയറിനെ വളർത്തുന്നുണ്ട്. ഒരു വേലിക്കട്ട, മരം കൊണ്ടുള്ള വേലിക്കകത്ത്. അത് വലിയ വൃത്തിയായിട്ടൊന്നുമല്ല കിടക്കുന്നത്, മഞ്ഞ് വീണ് ചെളിയൊക്കെ ആയിട്ട് കിടക്കുകയാണ്. പക്ഷേ അതിനകത്ത് കുറേ റെയിൻഡിയറുകളുണ്ട്. ഈ സ്ത്രീയുടെ ഒരു ഭർത്താവിനാണ് ഈ റെയിൻഡിയറിൻ്റെ നോട്ടത്തിൻ്റെ ചുമതല. അദ്ദേഹം അതിലൊക്കെ നടക്കുന്നുണ്ട്. അദ്ദേഹം ഞങ്ങളെ മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല. ഞങ്ങൾ റെയിൻഡിയറിൻ്റെ കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മില വന്ന് പറഞ്ഞു, ഇവർ നമുക്ക് ഒരു ചായ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു വലിയൊരു കെട്ടിടമുണ്ട്. അവിടെ ഇത്തരത്തിൽ ടൂറിസ്റ്റുകൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. അവർക്ക് ഒരു ചായ തരും. അത് അവരുടെ ഒരു സ്നേഹം ആണ്. നമുക്ക് ആ ചായ വേണേൽ കുടിക്കാം. അപ്പോൾ എല്ലാവർക്കും സമ്മതമായി. ഇപ്പോൾ ഒരു ചൂട് ചായ കിട്ടാൻ എല്ലാവർക്കും ഇഷ്ടമുള്ള ആഗ്രഹിക്കുന്നൊരു സമയം കൂടിയാണ്. അപ്പോഴത്തേക്കും നേരം പയ്യെ ഇരുണ്ട് വരുന്നുണ്ട്. 2:30-3 ആകാറാകുന്നു. അപ്പോഴത്തേക്കും 3 മണിയാകുമ്പോഴത്തേക്ക് സന്ധ്യയായ മട്ടാണ്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഇതിലേക്ക് ചെല്ലുന്നു. കുറേ ബെഞ്ചും ഡെസ്കും ഒക്കെ ഉണ്ട്, അവിടെ ഇരുന്നു. അപ്പോൾ എന്തൊക്കെ ചെറിയ സ്നാക്സ് ഉണ്ട്. പിന്നെ പ്രത്യേകതരം ചായ. ആ ചായ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചായയൊന്നുമല്ല, അവരുടെ എന്തൊക്കെയോ ഔഷധ സസ്യങ്ങളിട്ട് തിളപ്പിച്ചെടുത്ത ഒരു വെള്ളം.
പക്ഷേ ആ ചൂടുവെള്ളം ആ ഔഷധസസ്യങ്ങളുടെ ചുവയോടുകൂടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമായിരുന്നു. കൂടാതെ അവരുടെ രീതിയിൽ പ്രത്യേക രീതിയിൽ നിർമ്മിച്ച ഒരു പ്രത്യേകതരം കേക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്ത് അത് കിട്ടിയത് നല്ലൊരു സുഖമായിട്ട് ഞങ്ങൾക്ക് തോന്നി. അവിടെ ഇരിക്കുമ്പോൾ അവർ അവരുടെ ഫ്ലാഗിനെയൊക്കെ പരിചയപ്പെടുത്തി, അവരുടെ ജീവിതം, അവരുടെ പ്രശ്നങ്ങൾ, അവരഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞങ്ങളവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇവർക്ക് ചെറിയ ഓരോ ടിപ്പൊക്കെ കൊടുത്തിട്ട് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ഇറങ്ങുമ്പോഴത്തേക്കും നേരെ സന്ധ്യയായി വരികയാണ്. ഇനി തണുപ്പ് സഹിക്കാൻ വയ്യാത്ത സ്ഥിതിയിലേക്ക് എത്തുന്നു. ഞങ്ങൾ ബസ്സിൽ നഗരത്തിലേക്ക് മടങ്ങുകയാണ്. മടങ്ങുമ്പോൾ മില പറഞ്ഞു, നമുക്ക് വേണമെങ്കിൽ ഒരു സ്ഥലം കൂടെ കാണാം. ഇവിടെ ഒരു മോണ്യുമെൻ്റ് ഉണ്ട്, അതൊരു മലമുകളിലാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഭീകരമായ തണുപ്പും അതിഭയങ്കരമായ കാറ്റുമായിരിക്കും. ആ മലമുകളിൽ നിന്നാൽ നിങ്ങൾക്ക് താഴെ മുർമാൻസ്കിൻ്റെ തുറമുഖം കാണാം. ഈ തുറമുഖം നമുക്കറിയാമല്ലോ, ബാരൻസിയിൽ നിന്ന് ഇങ്ങോട്ടൊരു ചെറിയ ഉൾക്കടൽ പോലെ ഒരു ഭാഗം കയറി കിടക്കുന്നുണ്ട്. ആ ഉൾക്കടലിൻ്റെ പേര് കോല എന്നാണ്, കോല ഉൾക്കടൽ. ഈ കോല ഉൾക്കടലിൻ്റെ തീരത്താണ് ഈ തുറമുഖവും ഈ നഗരവും എല്ലാം. അപ്പോൾ ഇത് കടലിൽ നിന്ന് കുറേ ഉള്ളിലേക്ക് കയറിയിട്ടാണ്, കുറേ ഉള്ളിലേക്ക് ഈ ഉൾക്കടൽ ഇങ്ങനെ കയറി കിടക്കുക, ഒരു നദി പോലെ കയറി കിടക്കുക. അതുകൊണ്ടാണ് ഇവിടെ ഒരു നഗരം രൂപപ്പെടാൻ തന്നെ കാരണം. കടൽ തീരത്തായിരുന്നെങ്കിൽ കടും ശൈത്യവും തീക്ഷ്ണമായ കാലാവസ്ഥയും കാരണം അവിടെ ഒരു നഗരം ഉണ്ടാക്കാനേ പറ്റുമായിരുന്നില്ല. കൂടാതെ അവിടെ വലിയൊരു മോണ്യുമെൻ്റ് ഉണ്ട്, വലിയൊരു പ്രതിമ, ഒരു 6-7 നില 8-10 നില കെട്ടിടത്തിൻ്റെ ഉയരമുള്ള ഒരു പട്ടാളക്കാരൻ്റെ പ്രതിമയാണ്. അലിയോഷ മോണ്യുമെൻ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഈ 2ാം ലോകമഹായുദ്ധകാലത്ത് ഈ പ്രദേശമാകെ പിടിച്ചടക്കാൻ ജർമ്മൻ സൈന്യം ഒരു ശ്രമം നടത്തി. ആദ്യഘട്ടത്തിൽ അവർ വിജയിക്കുകയും ചെയ്തു. പക്ഷേ റഷ്യൻ സൈന്യം അവരെ പ്രതിരോധിച്ചു, തുരത്തി. ജർമ്മൻ സൈന്യത്തെ പലരെയും തടവിലാക്കി. വലിയ ഘോര യുദ്ധം നടന്നു. എങ്കിലും റഷ്യക്ക് ഈ പ്രദേശം നഷ്ടപ്പെട്ടില്ല. അപ്പോൾ അന്ന് പോരാടിയ റഷ്യൻ സൈനികർക്ക്, പ്രത്യേകിച്ച് വ്യോമസേനയിലെയും നാവികസേനയിലെയും സൈനികർക്കുള്ളൊരു സ്മാരകം കൂടിയാണ് ഈ ആകാശം മുട്ടുന്ന ഈ പട്ടാളക്കാരൻ്റെ പ്രതിമ. അത് രാത്രിയിൽ ഇങ്ങനെ ലൈറ്റപ്പൊക്കെ ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായ കാഴ്ചയാണ്. ഒപ്പം അതിൻ്റെ ചുവട്ടിൽ ധാരാളം ബൊക്കകൾ ഏതൊക്കെയോ സന്ദർശകർ കൊണ്ടുവന്ന് വെച്ചത് അവിടെയുണ്ട്. കൂടാതെ നിരന്തരം കത്തുന്ന ഒരു ദീപശിഖ അവിടെ, അല്ലെങ്കിൽ ഒരു ദീപനാളം ഇങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോവുകയാണ്. ഹോട്ടലിലേക്ക് ചെല്ലുമ്പോൾ 5:15 ആയിട്ടുള്ളൂ. പക്ഷേ ഒരു 10:30 രാത്രി, ഒരു 10 മണി 11 മണി ആയ ഫീലാണ്. നഗരത്തിൽ പക്ഷേ ലൈറ്റെല്ലാം ഉണ്ട്, തെരുവുകളൊക്കെ സജീവമാണ്, നല്ല ഇരുട്ടാണ്, നല്ല തണുപ്പാണ്. അപ്പോൾ 7 മണി കഴിയുമ്പം ഡിന്നർ തുടങ്ങാൻ. അപ്പോൾ അതും ഒരു 2 മണിക്കൂർ സമയമുണ്ട്. അപ്പോൾ പലരും മുറിയിലൊക്കെ ഒന്ന് പോയി ബാഗൊക്കെ വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി. കാരണം പല കാരണങ്ങളുണ്ട്. നല്ല തണുപ്പ്, മലയാളികൾ, റഷ്യ, പിന്നെ അറിയാമല്ലോ ഡിന്നറിന് മുമ്പ് ചില ചടങ്ങുകൾ. അപ്പോൾ പലരും ചെറിയ ഗ്രൂപ്പുകളും കമ്പനികളുമായിട്ട് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. ഈ ഹോട്ടലിൽ ഈ ഫെസിലിറ്റിയൊക്കെ ഉണ്ടാവാം, പക്ഷെ അത് 5 സ്റ്റാർ ഹോട്ടലാണല്ലോ. അപ്പോൾ അവിടെ നിരക്ക് കൂടുതലാണ്. അതൊന്നും നമ്മുടെ ടൂറിൽ ഇൻക്ലൂഡഡ് അല്ല ഇത്തരം കൗതുകങ്ങളൊന്നും. അതുകൊണ്ട് അവർ വയ്യെ നഗരത്തിലേക്ക് ഇറങ്ങുകയാണ്. നഗരത്തിൽ ചെറിയ സൂപ്പർ മാർക്കറ്റുകളുണ്ട്, അവിടെ ഇതൊക്കെ കിട്ടും. അല്ലെങ്കിൽ ചെറിയ ഷോപ്പുകളുണ്ട്, അവിടെ നിന്ന് ഇത് വാങ്ങാം. എന്നിട്ട് മുറി വന്നിരുന്ന് ചെറിയ ആഘോഷങ്ങളാകാം ഡിന്നറിന് മുമ്പ്. അതിനുവേണ്ടി ഇറങ്ങിയതാണ്. അപ്പം ഞാനും ക്യാമറയായിട്ട് ഇറങ്ങി നഗരത്തിലെ കാഴ്ചകൾ കാണണം. അങ്ങനെ നടക്കുമ്പോൾ ഒരു ചെറിയ പ്രശ്നം കൂടെ വന്നു. എന്താ അറിയോ, ഈ 1.5 ദിവസം കൊണ്ട് ഞാൻ നമ്മുടെ മോസ്കോയിൽ നിന്ന് വാങ്ങിയ ബെൽറ്റ് ഉണ്ടല്ലോ, അവൻ പിന്നെയും ലൂസായിപ്പോയി. ലൂസായതല്ല, എൻ്റെ വയറ് പിന്നെയും ചുരുങ്ങിപ്പോയതാണ്. തണുപ്പത്ത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പെട്ടെന്ന് അങ്ങോട്ട് നമ്മുടെ ഈ ബെൽറ്റിൻ്റെ ഏറ്റവും അറ്റത്തെ തുളയിലാണ് നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്നത്, അത് പിന്നെയും ലൂസായി. അപ്പോൾ വേറൊരു ബെൽറ്റ് വാങ്ങണം. അങ്ങനെ ആ തെരുവിലൂടെ നടന്ന് ഞാൻ എല്ലാ സ്റ്റേഷനറി സാധനങ്ങളും വിൽക്കുന്ന ഒരു വലിയ കട അവിടെ കണ്ടു. അത് പക്ഷേ ഭൂമിക്കടിയിലേക്ക് ഇറങ്ങണം. ഭൂമിക്കടിയിലേക്ക് ഇറങ്ങി അവിടെ ചെല്ലുമ്പോൾ അതിവിശാലമായ ഒരു കടയാണ്. അതിനകത്ത് നിറച്ച് വെച്ചിരിക്കുന്നത് മുഴുവൻ ചൈനീസ് ഉൽപ്പന്നങ്ങളാണ്. അയാൾ അവിടെ ഇരുന്നിട്ടൊരു കമ്പ്യൂട്ടർ ഗെയിമൊക്കെ കളിച്ചങ്ങനെ ഇരിക്കുന്നുണ്ട്. മൊബൈലിൽ എന്തോ ഒരു ഗെയിമൊക്കെ കളിച്ചിരിക്കുന്നു. വേറെ ആരുമില്ല. ഞാൻ അവനോട് പറഞ്ഞൊരു ബെൽറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവന് മനസ്സിലായില്ല. ഷർട്ട് പൊക്കി കാണിച്ചു കൊടുത്തു, ഇതാണ് സാധനം വേണ്ടത്. അവൻ അന്ന് ഒരു മൂലയ്ക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചെല്ലുമ്പോൾ വിവിധ ഇനം ബെൽറ്റുകൾ, അതെല്ലാം ഞാൻ പറഞ്ഞില്ലേ ചൈനീസ് ഉൽപ്പന്നങ്ങളാണ്, ലെതറല്ല, പലതരം സാധനങ്ങൾ. അപ്പോൾ അതിനകത്തെ നല്ലൊരു ബെൽറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ബെൽറ്റിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അതിന് തുളകളില്ല, എവിടെ വേണേലും സൂചി കോർത്തിടാം. അപ്പോൾ ഏത് സൈസിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം. അതൊരെണ്ണം വാങ്ങി. ആ ബെൽറ്റുമായിട്ടാണ് പിന്നീടുള്ള റഷ്യൻ യാത്ര മുഴുവൻ കടന്നുപോയത്. റഷ്യൻ യാത്ര മാത്രമല്ല, കഴിഞ്ഞ 2 കൊല്ലമായിട്ട് നടത്തിയ മിക്കവാറും വിദേശയാത്രകളൊക്കെ ആ ബെൽറ്റിലായിരുന്നു. എന്തിനേറെ ഇപ്പം നിങ്ങളോട് ഈ കഥ പറയാൻ ഞാനിരിക്കുമ്പോഴും ആ റഷ്യൻ ബെൽറ്റ് ഇട്ടുണ്ടായിരിക്കുന്നത്. മധ്യപ്രദേശ്, ആൻഡമാൻ, ലക്നൗ, ബറോഡ, നാഷിക്, ഡൽഹി, ആഗ്ര, ഗോളിയോർ. സഞ്ചാരം പെൻഡ്രൈവ് വോള്യം നമ്പർ 22. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ
സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222.